LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി സഹകരിക്കില്ലെന്ന് INL വഹാബ് വിഭാഗം. വിഭാഗീയതയിൽ ഒരു വിഭാഗത്തെ മാത്രം ഏകപക്ഷീയമായി LDF പിന്തുണയ്ക്കുന്നു. LDF യോഗത്തിലേക്ക് ക്ഷണിക്കാത്തത് പ്രതിഷേധാർഹമെന്നും LDF കൺവീനർക്കും CPM സെക്രട്ടറിക്കും നൽകിയ കത്തിന് മറുപടി ലഭിച്ചിട്ടില്ലെന്നും നേതാക്കൾ. ഇക്കഴിഞ്ഞ 13-ാം തീയതി ഞങ്ങൾ ചേർന്ന യോഗത്തിന്റെ തീരുമാനപ്രകാരം കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി വേണമെന്നാവശ്യപ്പെടുകയും മറുപടി ഇതുവരെ ലഭ്യമാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ പാർട്ടി പ്രവർത്തകരും സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ധാരണയിലെത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ പാർട്ടിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിൽ വലിയ തോതിലുള്ള നിരാശയുണ്ട്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവുമായും നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ ഇപ്പോൾ സഹകരിക്കേണ്ടതില്ല എന്നും മാർച്ച് 5-ാം തീയതി കൗൺസിലിന് ശേഷം തുടർ തീരുമാനങ്ങൾ എടുത്താൽ മതിയെന്നുമാണ് പ്രവർത്തക സമിതിയുടെ തീരുമാനം. LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി സഹകരിക്കില്ല എന്നാണ് INL വഹാബ് വിഭാഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് വിഭാഗീയതയിൽ ഒരു വിഭാഗത്തെ മാത്രം ആണ് LDF ഏകപക്ഷീയമായിട്ട് പിന്തുണയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ LDF യോഗത്തിലേക്ക് ക്ഷണിക്കാത്തത് അത് പ്രതിഷേധാർഹമാണ്. ഒപ്പം LDF കൺവീനർക്കും CPM സെക്രട്ടറിക്കും നൽകിയ കത്തിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നുമാണ് വഹാബ് വിഭാഗത്തിലെ നേതാക്കൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഘടകകക്ഷികളടക്കം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വഹാബ് വിഭാഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ കാണണം? ഇതിനെ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്ന് INL വഹാബ് വിഭാഗത്തിന്റെ പ്രവർത്തക സമിതി തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ LDFിന് അവർ ഒരു കത്ത് നൽകിയിരുന്നു. LDF കൺവീനർക്കും മുഖ്യമന്ത്രിക്ക് അടക്കം കത്ത് നൽകിയിരുന്നു. അതായത് കാസിം ഇരിക്കൂർ വിഭാഗത്തെ, അഹമ്മദ് ദേവർകോൽ അടങ്ങുന്ന കാസിം ഇരിക്കൂർ വിഭാഗത്തെ LDF യോഗത്തിലേക്ക് വിളിക്കുകയും അതേസമയം വഹാബ് വിഭാഗത്തെ വിളിക്കാതിരിക്കുകയും ചെയ്ത പ്രതിഷേധാർഹമായിരുന്നു. അതിനെ തുടർന്നാണ് അവർ തങ്ങളുടെ പ്രതിനിധികളെ കൂടി LDF യോഗത്തിലേക്ക് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ഈ കത്തിനൊരു മറുപടിയും നൽകിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും നടത്തിയ ചർച്ചകളിലും INLന്റെ അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടുന്ന കാസിം ഇരിക്കൂർ വിഭാഗത്തെ കൂടെ നിർത്തി. അതായത് INL രണ്ട് വിഭാഗമായി പോയതിനു ശേഷം LDF എടുത്തൊരു സമീപനം രണ്ടു കൂട്ടരെയും ഒരുപോലെ കാണുക എന്നുള്ളതായിരുന്നു. രണ്ടു കൂട്ടരെയും ആദ്യഘട്ടത്തിൽ LDF യോഗത്തിന് വിളിച്ചിരുന്നില്ല. മന്ത്രി എന്ന നിലയിൽ അഹമ്മദ് ദേവർകോലിനെ മാത്രം LDF യോഗത്തിൽ പങ്കെടുപ്പിച്ചു. മന്ത്രി ആഴ്ചയ്ക്ക് ശേഷം നടന്ന LDF യോഗത്തിൽ INLന്റെ പ്രതിനിധികൾ തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് LDF മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധ നിലയിൽ ഒരു യോഗം ചേരുകയും LDFിനെ നേതാക്കളെ പോയി കണ്ട് കത്ത് നൽകുകയും ചെയ്തു. LDF ഞങ്ങളെ കൂടി എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതേസമയം ആ കത്തിനോട് വഹാബ് വിഭാഗം നൽകിയ കത്തിനോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്ന് INL വിഭാഗം തീരുമാനിച്ചത്. നമുക്കറിയാം, INL 10-25 വർഷത്തിലധികമായി LDFിനൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അല്പം മുമ്പായിട്ടാണ് അവരെ മുന്നണിയിലേക്ക് എടുത്തത്. അവർക്ക് അതേസമയം ഒരു മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. അതേസമയം അവരുടെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് അവർ രണ്ട് വിഭാഗമായി മാറി. എന്നാൽ പോലും LDFിനൊപ്പം നിൽക്കുകയും ഇടതുപക്ഷത്തിനൊപ്പം സ്ഥിരമായി തന്നെ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു.